ചോറ്റാനിക്കര അമ്മയുടെ അനുഗ്രഹത്തെക്കുറിച്ച് ഞാൻ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എല്ലാ ആളുകൾക്കും അറിയാവുന്നതാണ്. അമ്മയുടെ അനുഗ്രഹം നേടുകയാണ് എങ്കിൽ നമ്മുടെ ജീവിതത്തിൽ സർവ്വ സൗഭാഗ്യങ്ങളും വന്നു ചേരുമെന്നുള്ളത്. അപ്പോൾ ആ അമ്മയുടെ തിരുസന്നിധിയിൽ പോകാൻ ആഗ്രഹിക്കുന്ന ആളുകൾ ആ തിരുസന്നിധിയിൽ ചെല്ലുമ്പോൾ ഏതെല്ലാം വഴിപാടുകളാണ് നടത്തേണ്ടത്, ഏതെല്ലാം വഴിപാടുകൾക്കാണ് ശ്രേഷ്ഠതയുള്ളത്? എല്ലാ വഴിപാടുകളും ശ്രേഷ്ഠതയുള്ളതാണ്. എല്ലാ വഴിപാടുകൾക്കും അതിൻ്റെതായ പുണ്യമുണ്ട്. എന്നിരുന്നാലും അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ചില വഴിപാടിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് പറയാനായിട്ട് പോകുന്നത്. അപ്പോൾ ചോറ്റാനിക്കര അമ്മയുടെ അടുത്ത് അമ്മയെ കാണാനായിട്ട് ആളുകളൊക്കെ വന്ന് ഭജന ഇരിക്കാറുണ്ട്. അതേപോലെ തന്നെ പല രീതിയിലുള്ള നേർച്ച കാഴ്ചകളൊക്കെ അവിടെ നടത്തി വരുന്നുണ്ട്. അതൊക്കെ അമ്മ അനുഗ്രഹം നൽകുന്നുണ്ട്. അവർക്കൊക്കെ അനുഗ്രഹം കിട്ടുന്നത് കൊണ്ടാണ് വീണ്ടും വീണ്ടും അമ്മയെ കാണാനായിട്ട് ആ സന്നിധിയിലേക്ക് നമുക്ക് പോകാൻ സാധിക്കുന്നത്. ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ മഹാലക്ഷ്മിയെ മഹാവിഷ്ണുവിനോടൊപ്പം പ്രതിഷ്ഠിച്ചിരിക്കുന്നതിനാൽ ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ലക്ഷ്മി നാരായണ സങ്കല്പത്തിൽ ശ്രീ ഭഗവതിയെ ആരാധിച്ചു പോരുന്നു. മഹാലക്ഷ്മിക്കും നാരായണനും തുല്യ പ്രാധാന്യമാണ് ഈ ക്ഷേത്രത്തിലുള്ളത്. ഈ കാരണത്താലാണ് അമ്മേ നാരായണ, ദേവി നാരായണ, ലക്ഷ്മി നാരായണ, ഭദ്രേ നാരായണ എന്ന പ്രസിദ്ധമായ നാമങ്ങൾ ഉടലെടുത്തത്. മഹാലക്ഷ്മിയെ 3 ഭാവങ്ങളിലാണ് ഈ ക്ഷേത്രത്തിൽ പ്രധാനമായും ആരാധിക്കുന്നത്. അപ്പോൾ നമുക്ക് ദാരിദ്ര്യം, കടം, അതേപോലെ നമുക്ക് ധനം നിലനിൽക്കാതിരിക്കുക. നമ്മുടെ കയ്യിൽ ധനം വരുന്നുണ്ട്, നമുക്ക് തൊഴിലുണ്ട്, പക്ഷെ നമ്മുടെ കാര്യങ്ങളൊക്കെ നടക്കാതെ ആ ഒരു പണം നമ്മുടെ കയ്യിൽ നിന്ന് മാറി മാറി പോവുക, നമുക്കതുകൊണ്ട് ഒരു കാര്യങ്ങളും പൂർണ്ണമായിട്ട് ചെയ്തു തീർക്കാൻ പറ്റാത്ത അവസ്ഥ വരിക, അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിൽ നമുക്ക് അമ്മയുടെ അടുത്ത് വന്ന് കാണിക്ക പണം സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ ഇതെങ്ങനെയാണ് നടത്തേണ്ടത് എന്ന് ചോദിച്ചാൽ ഇതിന് വേണ്ടിയിട്ട് 21 ഒറ്റ നാണയമാണ് വേണ്ടത്. അതായത് ഒറ്റ രൂപ നാണയം ഉണ്ടല്ലോ, അത് 21 എണ്ണം വേണം. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് സമ്പത്തിൻ്റെ ദേവതയായ മേലേക്കാവിൽ മഹാലക്ഷ്മി അമ്മയ്ക്കും കീഴേക്കാവിൽ അമ്മയ്ക്കും ചുവന്ന പട്ടിൽ കിഴി കെട്ടി നടക്കൽ വെക്കുന്നതാണ് ഈ ഒരു വഴിപാട്. അപ്പോൾ നമ്മൾ അമ്മയുടെ അടുത്ത് ഈ ഒരു വഴിപാട് നടത്താനായിട്ട് ചെല്ലുമ്പോൾ 21 വെള്ളി നാണയം 2 എണ്ണമായിട്ട് എടുക്കണം. അതായത് മേലേക്കാവിലും അതേപോലെ തന്നെ കീഴേക്കാവിലും നമ്മളിത് വെക്കേണ്ടതായിട്ടുണ്ട്. ആ 2 ദേവീക്ഷേത്രത്തിൻ്റെ നടയിലും നമ്മൾ ഈ ഒരു പണം സമർപ്പിക്കണം. അപ്പം അതിന് വേണ്ടിയിട്ട് ചുമന്ന പട്ടിലാണ് ഈ ഒരു വെള്ളി നാണയം നമ്മൾ പൊതിഞ്ഞെടുക്കേണ്ടത്. അതേപോലെ തന്നെ വെള്ളി നാണയം പൊതിയുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മളിങ്ങനെ കൂമ്പാരമായിട്ട് കൂട്ടിയിട്ട് അങ്ങനെയല്ല പൊതിയേണ്ടത്. ഒരു വെള്ളി നാണയത്തിൻ്റെ മുകളിലായിട്ട് മറ്റൊരു വെള്ളി നാണയം വരുന്ന രീതിയിൽ മുകളിൽ വെച്ചിട്ട് 21 എണ്ണവും ആ ഒരു മുകളിലായിട്ട് തന്നെ വെച്ച് അടുക്കി നമ്മൾ ആ ഒരു പട്ടുകൊണ്ട് കെട്ടി വേണം ആ അമ്മയുടെ തിരുനടയിൽ സമർപ്പിക്കാനായിട്ട്. അപ്പോൾ നമ്മൾ ഒരേ ദിവസം തന്നെ മേലേക്കാവിലും കീഴേക്കാവിലുമുള്ള അമ്മയുടെ ആ നടയിൽ ഈ ഒരു വെള്ളി നാണയം നമ്മൾ സമർപ്പിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അമ്മയുടെ ആ തൃപ്പടിയിൽ വെച്ച് നമ്മൾ ഈ ഒറ്റ നാണയം ആ ഒരു പട്ടിൽ പൊതിഞ്ഞ് അമ്മയ്ക്ക് സമർപ്പിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന എല്ലാ സാമ്പത്തിക ബുദ്ധിമുട്ടുകളെയും മാറിക്കിട്ടാനായിട്ട് അത് സഹായിക്കും. നമ്മുടെ ജീവിതത്തിൽ ധനത്തിനോ അല്ലെങ്കിൽ മറ്റ് സാമ്പത്തികമായിട്ടുള്ള ബുദ്ധിമുട്ടുകൾക്കോ ഒന്നും പിന്നെ ഒരു സ്ഥാനവും ഉണ്ടാവില്ല. എല്ലാ ഐശ്വര്യവും അമ്മ നമുക്ക് തീർച്ചയായിട്ടും നൽകും. അപ്പോൾ ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒറ്റ രൂപ നാണയം നമുക്ക് അവിടെ ആ നടക്കിൽ കിട്ടും. ഇനി അല്ല എങ്കിൽ നമുക്കത് വീട്ടിൽ നിന്ന്, അതായത് നമ്മൾ കുറച്ച് ദിവസം മുമ്പേ തന്നെ അമ്മയുടെ അടുത്ത് പോകണം, അമ്മയ്ക്ക് ഇന്നത് കൊടുക്കണം എന്ന്, അല്ലെങ്കിൽ അമ്മയുടെ അടുത്ത് നമുക്ക് ഇന്ന വഴിപാട് നടത്തണം എന്നൊക്കെ ആഗ്രഹിക്കുകയാണ് എങ്കിൽ നമ്മളത് ഓരോ രൂപ വെള്ളി രൂപ എടുത്തെടുത്ത് വെച്ച് അത് എണ്ണി ചിട്ടപ്പെടുത്തി ആ ഒരു ആഗ്രഹത്തോടു കൂടി നമുക്ക് ആ ഒരു തിരുസന്നിധിയിലേക്ക് ചെല്ലാവുന്നതാണ്. അപ്പോൾ അവിടുന്ന് പെട്ടെന്ന് വാങ്ങിച്ച ആ ഒരു വഴിപാട് നടത്തുന്നതിനേക്കാളും എനിക്ക് കുറച്ച് ശ്രേഷ്ഠമായിട്ട് തോന്നുന്നത് നമ്മൾ കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അമ്മയെ കാണുന്നതിന് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പേ തന്നെ നമ്മൾ ഈ ഒറ്റ രൂപ നാണയമൊക്കെ നമ്മൾ നമ്മുടെ കയ്യിൽ കിട്ടുന്നതെല്ലാം ശേഖരിച്ച് വെച്ച് അമ്മയെ കാണാനായിട്ട് അങ്ങനെ കാത്തിരുന്ന് ആ ഒരു ക്ഷേത്ര സന്നിധിയിലേക്ക് ചെല്ലുന്നതാണ് എന്ന് എനിക്ക് തോന്നുന്നു. അപ്പം അങ്ങനെ നേരത്തെ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് അങ്ങനെ അത് നമ്മൾ സൂക്ഷിച്ച് വെച്ചിട്ട് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി ആ ഒരു തൃപ്പടിയിൽ നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ പോകുമ്പോൾ നമ്മൾ 21 നാണയം 2 സെറ്റായിട്ട് കൊണ്ടുപോകേണ്ടതായിട്ടുണ്ട്. അതാണ് നമ്മൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ഒരു കാര്യം. നമ്മളതങ്ങനെ 21 നാണയം എന്ന് പറയുമ്പോൾ ചിലപ്പോൾ 21 മാത്രം കൊണ്ടുപോകും. ഇപ്പോൾ 21 അല്ല, നമ്മൾ 42 നാണയം കൊണ്ടുപോകണം കേട്ടോ. എന്നാലാണ് ഈ ഒരു വഴിപാട് പൂർണ്ണമാകത്തുള്ളൂ. ഇനി അതേപോലെ തന്നെ അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട അവിടുത്തെ ഒരു പ്രധാന വഴിപാടാണ് ശർക്കര സമർപ്പിക്കൽ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഉണ്ട ശർക്കരയാണ് കേട്ടോ സമർപ്പിക്കുന്നത്.
അതായത് നമ്മൾ ഇപ്പോൾ സ്ക്വയർ ആയിട്ടുള്ള പാക്കറ്റ് ശർക്കരയൊക്കെ കിട്ടും. അപ്പോൾ അതൊന്നുമല്ല നമ്മൾ ആ ഒരു തിരുനടയിൽ സമർപ്പിക്കേണ്ടത്. ഉരുണ്ടിരിക്കുന്ന നല്ല വലിപ്പമുള്ള ആ ഒരു ഉണ്ട ശർക്കര വാങ്ങിച്ച് അമ്മയുടെ അടുത്ത് നമുക്ക് സമർപ്പിക്കാവുന്നതാണ്. അമ്മയ്ക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യമാണ് ഈ ഉണ്ട ശർക്കര സമർപ്പിക്കുക എന്നുള്ളത്. അമ്മയൊരു ശർക്കര പ്രിയയാണ്, ഒരു മധുരപ്രിയയാണ്. അപ്പോൾ ശർക്കരപ്രിയയായ ആ ചോറ്റാനിക്കര അമ്മയ്ക്ക് മധുരം നിറഞ്ഞ ആ ഉണ്ട ശർക്കര സമർപ്പിച്ച് നമ്മുടെ ആഗ്രഹമൊക്കെ പറഞ്ഞ് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതെന്താണെങ്കിലും അത് അമ്മ നടത്തിത്തരും. എത്രയും പെട്ടെന്ന് ആ കാര്യങ്ങൾക്കൊക്കെ ഒരു പരിഹാരം നേടാനായിട്ട് നമുക്ക് സാധിക്കും. അത് ഇന്ന ആഗ്രഹം എന്നൊന്നുമില്ല കേട്ടോ. ഓരോ ആളുകളുടെയും ജീവിതത്തിൽ വ്യത്യസ്ത തരത്തിലുള്ള ആഗ്രഹങ്ങളല്ലേ കാണുക. ചില ആളുകൾക്ക് ജോലിയാണെങ്കിൽ മറ്റേ ആളുകൾക്ക് സാമ്പത്തികം, ആരോഗ്യം, അങ്ങനെ കുട്ടികളുടെ കാര്യം, വിദ്യാഭ്യാസം, അങ്ങനെ പല രീതിയിലുള്ള ആഗ്രഹങ്ങളാണ് നമ്മൾ മനുഷ്യർക്കുണ്ടാകുന്നത്. അപ്പം ഏത് രീതിയിലുള്ള ആഗ്രഹമാണ് എങ്കിലും ഈ ഉണ്ട ശർക്കര സമർപ്പിച്ച് അമ്മയുടെ അടുത്ത് പോയി പറയുകയാണെങ്കിൽ അത് നമുക്ക് എത്രയും പെട്ടെന്ന് അമ്മ സാധിച്ചു തരും. അതുപോലെ തന്നെ ഞാൻ മുമ്പേ കാണിക്കപ്പണം വെക്കുന്ന കാര്യം പറഞ്ഞു. അപ്പോൾ പറയാൻ വിട്ടുപോയ ഒരു കാര്യമാണ്, നമ്മൾ ഈ ഒരു കാണിക്കപ്പണം സമർപ്പിക്കാൻ ചെല്ലുന്നത് ഏത് ദിവസം വേണമെങ്കിലും നമുക്ക് നടത്താവുന്നതാണ്. പക്ഷേ കുറച്ചും കൂടെ ശ്രേഷ്ഠമായിട്ട് പറയുന്നത് ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങളിൽ നടത്തുന്നത് എന്നാണ്. അപ്പം മഹാലക്ഷ്മിക്ക് ഏറ്റവും പ്രീതിയുള്ള, മഹാലക്ഷ്മി പ്രാധാന്യമുള്ള ദിവസങ്ങളാണ് ചൊവ്വ, വെള്ളി, ഞായർ ദിവസങ്ങൾ. അപ്പം ആ ദിവസങ്ങളിൽ ഈ ഒരു വെള്ളി നാണയം നമ്മൾ നടക്കിൽ വെച്ച് പ്രാർത്ഥിക്കുകയാണെങ്കിൽ അതിന് പ്രത്യേക ശ്രേഷ്ഠതയുണ്ട് എന്ന് പറയപ്പെടുന്നു കേട്ടോ. അപ്പം നമ്മൾ ഈ ഒരു വഴിപാടിന് വേണ്ടിയിട്ടാണ് പോകുന്നതെങ്കിൽ ഈ ഒരു ദിവസം തിരഞ്ഞെടുക്കുന്നത് കുറച്ച് ശ്രേഷ്ഠമാണ് എന്ന് തോന്നുന്നു. അതേപോലെ തന്നെ നമ്മൾ ആ ക്ഷേത്രസന്നിധിയിൽ പോകുമ്പോൾ ചെയ്യാൻ പറ്റുന്ന മറ്റൊരു കാര്യമാണ് മേലേക്കാവിൽ അമ്മയെയും കീഴേക്കാവിൽ അമ്മയെയും കൊടിമര ചുവട്ടിൽ നെയ്ദീപം തെളിയിച്ച് പുറമേ നിന്ന് ഭക്തർ തന്നെ ആരതി ഒഴിഞ്ഞ് തൊഴും. അപ്പോൾ അങ്ങനെ ആരതി ഒഴിഞ്ഞ് തൊഴുത്ത് കഴിഞ്ഞ് ആ സമയത്ത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ആഗ്രഹവും അമ്മ വേഗം നമുക്ക് നടത്തി തരുമെന്നാണ് പറയണത്. അപ്പോൾ ഇതൊക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യമാണ്. നെയ്ദീപം അവിടെ ചീട്ടാക്കിയതിന് ശേഷം നമുക്ക് ആ ഒരു പുറത്ത് നിന്ന് തന്നെ അമ്മയെ ആരതി ഒഴിഞ്ഞ് നമ്മുടെ മനസ്സിലെ ആഗ്രഹം ആ ആരതി ഒഴിഞ്ഞതിന് ശേഷം അമ്മയോട് പറയുക. അപ്പോൾ അത് ഞാൻ ഈ പറഞ്ഞതുപോലെ ഏത് തരത്തിലുള്ള ആഗ്രഹമാണെങ്കിലും നമുക്ക് അമ്മയോട് പറയാവുന്നതാണ്. അത് എത്രയും പെട്ടെന്ന് അമ്മ നടത്തി തരും. അപ്പം ഞാൻ പറഞ്ഞല്ലോ, ചോറ്റാനിക്കര ക്ഷേത്രത്തിൽ ധാരാളം വഴിപാടുകൾ നടത്തിപ്പോരുന്നുണ്ട്, ധാരാളം ചടങ്ങുകൾ നടത്തിപ്പോരുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട അമ്മയ്ക്ക് ഇഷ്ടമുള്ള വളരെ ചുരുങ്ങിയ ആ ഒരു വഴിപാടിനെ കുറിച്ചിട്ടാണ് ഞാൻ പറഞ്ഞത്. ആർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു വഴിപാടുകളാണ് ഇതെല്ലാം. അപ്പം നിങ്ങൾ ആ ക്ഷേത്ര സന്നിധിയിൽ പോകാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പോകുമ്പോൾ ഈ വഴിപാടുകളൊക്കെ നടത്തി പ്രാർത്ഥിക്കുകയാണെങ്കിൽ അമ്മയ്ക്ക് വളരെ സന്തോഷമാകും. അമ്മയുടെ അനുഗ്രഹം നേടാനായിട്ട് സാധിക്കും. അപ്പോൾ നമ്മുടെ ജീവിതത്തിലെ എന്ത് പ്രതിസന്ധി ഘട്ടങ്ങളിലാണെങ്കിലും അതിൽ നിന്നൊക്കെ മോചനം നേടി സന്തോഷകരമായ, അനുകൂലകരമായിട്ടുള്ള ഒരു ജീവിതം നേടിയെടുക്കാനായിട്ട് ചോറ്റാനിക്കര അമ്മയെ അഭയം പ്രാപിക്കുന്നത് വളരെ ശ്രേഷ്ഠമാണ്. അപ്പോൾ പോകാൻ ആഗ്രഹിക്കുന്ന എല്ലാ ആളുകൾക്കും ആ ഒരു അമ്മയുടെ അടുത്തേക്ക് എത്രയും പെട്ടെന്ന് ചെല്ലാനായിട്ട് സാധിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നല്ലൊരു വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.